ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അതായിരുന്നു വൈകുന്നേരത്തെ വിശേഷമാണ് ഈ കണ്ടത്. മീൻ വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു ചേട്ടൻ, അയിലയായിരുന്നു. മാങ്ങിയിട്ടിട്ട് തേങ്ങ അരച്ച് വെക്കാനാണ് മീൻ കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് മാങ്ങിയിട്ട കറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാവത്ത് അഥവാ കാച്ചിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് പുഴുങ്ങിയിട്ടുണ്ട്. കാന്താരി മുളകിൻ്റെ ചമ്മന്തിയോ മീൻ കറിയോ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ കഴിക്കാം. ചൊറിത്തിരി ഉണ്ടെന്ന് എനിക്ക് തോന്നി, അത്രയേ ഉള്ളൂ, കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മീൻ വറുത്തത് കൂട്ടിയവരൊക്കെ ഇത്തിരിച്ച് ചോറ് ആദ്യം തന്നെ ഉണ്ട് കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഓരോ പീസ് കാച്ചിലൊക്കെ എടുത്ത് കഴിച്ചു. അപ്പം ഞാൻ പകർത്തിയതാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് മീൻ കറി കൂട്ടി കഴിച്ചേക്കാളും കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ വെള്ള കാന്താരി വെച്ചിട്ട് ഞാനൊരു ചമ്മന്തി അരച്ചു. വെറുതെ ഉള്ളിയും മുളകും പുളി ഇത്തിരി കുറച്ചിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് അല്ലേ ആ ചമ്മന്തി. ഒരിത്തിരി കിട്ടിയാൽ മതി. നമുക്ക് എത്ര ചോറ് വേണ്ടാന്ന് തോന്നിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ ആ മുളക് കൊണ്ട് ചമ്മന്തി അരച്ചാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവാറില്ല. അതൊന്നും ഞാൻ തൃശ്ശൂർ വന്ന് കഴിക്കാറേ ഇല്ല, തൃശ്ശൂർ വന്ന സമയത്ത്. പിന്നെ ഇതാ നിവൃത്തിയുള്ളോ എന്നുള്ള നിവൃത്തിയിൽ ഇതിൽ അങ്ങനെ കഴിച്ചു തുടങ്ങി. പിന്നെ മീൻകറി വെച്ചിട്ട് അത് കാച്ചി ഒഴിച്ചത് പിറ്റേ ദിവസമാണ്. മീൻകറിയൊന്നും ആർക്കും വലിയ നോട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ഒഴിച്ചതും പിന്നെ പിള്ളേരൊന്നും എടുത്തില്ല. പിന്നെ ചേട്ടൻ്റെ വക ചേട്ടൻ ഒഴിച്ച് കഴിക്കാൻ കേട്ടോ. ചേട്ടൻ കാച്ചിലിനും കുഴപ്പമൊന്നുമില്ല. കാവത്ത് കാച്ചിലെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ഹലോ, അപ്പം ഇന്ന് കുറച്ച് കിച്ചൺ പ്രൊഡക്റ്റുകളുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ബാക്കി നമ്മുടെ വിശേഷങ്ങളുണ്ട് ഇപ്പം. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതേപോലത്തെ ബോക്സുകളാണ്. നല്ല എന്താ പറയുക, നല്ല ഉറപ്പുള്ളത്, എന്നാൽ കാണാൻ നല്ല കൊട്ടേര മോഡലൊക്കെ ആണ്. മരത്തിൻ്റെ കളറൊക്കെ വെച്ചാൽ നമുക്ക് ശരിക്കും എന്താ പറയുക മരത്തിൻ്റെ പോലെ തോന്നും കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുണ്ട്, നല്ല ഉറപ്പുണ്ട്. പിന്നെ ഇതൊക്കെ ഫ്രൂട്ട്സ് ഇട്ട് വയ്ക്കാം. അപ്പം ഞാൻ ഫ്രൂട്ട്സ് അല്ല ഇട്ട് വെച്ചത്, പച്ചക്കറികൾ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത് കേട്ടോ. നമുക്ക് എന്ത് ഉപയോഗത്തിനും ബോക്സുകളുടേതായ എന്ത് ഉപയോഗത്തിനും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതാ കുഞ്ഞ് പാത്രം, ഇങ്ങനൊരു പാത്രം അന്വേഷിച്ച് ഞാൻ കുറേ നാളായി ഞാനിവിടെ കടകളിലൊക്കെ നോക്കാറ് പതിവുണ്ട്. ഒരു കുഞ്ഞ പാത്രത്തിൽ ഇങ്ങനെ വെളിച്ചെണ്ണ വെക്കാനായിട്ടാണ് കേട്ടോ. ഒരിത്തിരീച്ച് അതെന്തായാലും ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെയും. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. പിന്നെ ഇതാ ഫ്രിഡ്ജിൽ ഈ ബോക്സുകളൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഇനി അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് പാത്രം കഴുകുമ്പോൾ ഇടാൻ പറ്റിയ ഗ്ലൗസാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് പാത്രം കഴുകാനൊക്കെ സാധിക്കും. അപ്പം ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് വാങ്ങിച്ചോട്ടാ. ചിലവർക്കെങ്കിലും ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ പാത്രം കഴുകാനായിട്ട് ഇത് മേടിച്ചെങ്കിലും ഒന്ന് കേട്ടോ. നമ്മുടെ തൃശ്ശൂർ വീട്ടിലായിരിക്കുമ്പോൾ അത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടാവാറുണ്ട്. ഇപ്പൊക്കെ കുറേ കുറഞ്ഞു, നമ്മൾ തന്നെയായിരിക്കും. പിന്നെ ഈ ഗ്ലൗസ് ഇട്ടിട്ട് തേക്കുമ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. സാധാരണ എല്ലാതും കൈകൊണ്ട് ചെയ്യണ ഒരാളാണ് ഞാൻ. കൂടുതലും കൂട്ടുകാർക്ക് അറിയാലോ, ഗ്ലൗസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് തീരാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഈ ഗ്ലൗസ് ഇട്ടിട്ട് പാത്രം കഴുകാൻ സ്പീഡ് കുറവോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അതുപോലെ തന്നെ നമ്മളിത് തേച്ച് കഴിഞ്ഞിട്ട് കഴുകി കഴിയുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് ശരിക്കും ആ സോപ്പൊക്കെ അങ്ങോട്ട് പോവും. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പൈപ്പുമ്മ വയ്ക്കാൻ പറ്റിയ ലൈറ്റാണ്. ഇതിന് ഫിറ്റ് ചെയ്യാനുള്ളതും ഒക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഫിറ്റ് ചെയ്തു. അപ്പോൾ പൈപ്പ് ഇത്തിരി വണ്ണം കുറവുള്ള പൈപ്പൊക്കെ വെച്ചാൽ അതിൻ്റെ ഇടയിൽ വെക്കാൻ ഓരോ പീസ് പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വെക്കേണ്ടി വന്നില്ല കേട്ടോ. ഈ പൈപ്പുമ്മ നല്ല കറക്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഇതൊക്കെ കഴുകി ഇങ്ങോട്ട് നമുക്ക് താഴത്തേക്ക് വെള്ളം പോയി അത് ഉണങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കഴുകിയിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കാം. നല്ല അടിപൊളിയൊരു സംഭവമാണ്. നല്ല ഒതുങ്ങി അവിടെ ഇരുന്ന്. ഞാൻ ആദ്യം വിചാരിച്ചത് ഫിറ്റ് ചെയ്തിട്ട് പിന്നെ ഊരി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഫിറ്റ് ചെയ്തപ്പോൾ നല്ല ഒതുങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് അവിടെ തന്നെ വെച്ചു കേട്ടോ. ഊരിയെടുക്കാനൊന്നും പിന്നെ പോയില്ല. അടുത്തത് മാറാലക്കോലാണ്. മാറാലക്കോല് എന്ന് പറഞ്ഞുകൂടാ, ഫാനൊക്കെ തുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ വളയും അങ്ങനെയൊക്കെ സുഖമായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും തുറയ്ക്കാനായിട്ട് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അത് ആദ്യത്തിനാണ് എനിക്കത് ഫിറ്റ് ചെയ്ത് തരുന്നത്. അവന്ന് കുറച്ച് ദിവസമായിട്ട് അത് മേശപ്പുറത്ത് ഇങ്ങനെ ഇരിക്കല്ലേ, ഇത് ഓരോന്നും എടുത്ത് ഫിറ്റ് ചെയ്യലും അഴിക്കലും തുറക്കലും. അവങ്ങനെ പിരിപിരുന്ന ഇരിക്കുന്ന ഒരാളാണ്, അങ്ങനെ വെറുതെ ഇരിക്കില്ല. അങ്ങനത്തെ ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവൻ പരീക്ഷണമൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് തപ്പിപ്പിടിച്ച് നോക്കിയപ്പോഴേക്കും അവനിക്കത് കറക്റ്റായിട്ട് ഓടി വന്ന് ഫിറ്റ് ചെയ്ത് തന്നു. എന്നിട്ട് ഇനി ഫാൻ തുടയ്ക്കുമ്പോൾ ചേട്ടൻ അന്വേഷിച്ചപ്പോൾ ഒരാവശ്യമില്ല. അഴുക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ ഇതെടുക്കുക, ഒരു വളയ്ക്കുക, ഇതങ്ങോട്ട് തുടയ്ക്കുക. പിന്നെ പൊടിയൊന്നും താഴത്തേക്ക് വീണിങ്ങനെ പറക്കണില്ല, അതും എന്നെ പറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പൊടി പറന്നു പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിന് ഉണ്ടാവില്ല. ഇതിനോടൊപ്പമല്ല, എന്നാലും ഇത് നമുക്ക് കുളത്തിടാൻ പറ്റിയത്. ഇതിങ്ങനെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമരം പൊട്ടിക്കാം. ഇത് നമുക്ക് കുളത്തിടാൻ പറ്റും കേട്ടോ.
അപ്പോൾ അങ്ങനെ അത് ആ സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞ് നമ്മുടെ ചുമരും ഒട്ടിച്ചു. പക്ഷെ നമ്മുടെ ഈ സ്റ്റോർ റൂമിൻ്റെ ചുമര് എന്ന് പറയുന്നത് ബാത്റൂമാണെന്ന് ഞാൻ പറയാറില്ലേ, ബാത്റൂമിന് തേക്കണതിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടൊരു പരുപരുപ്പായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, അത് അങ്ങോട്ട് വിട്ടു പോരുകയാണ് ഉണ്ടായത്. കൃത്യമായിട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. ചേട്ടൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കുപ്പികളുണ്ട് കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷൊക്കെ അല്ലേ കാണാറ്. അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി, കുറച്ചും കൂടി ചെറിയ കുപ്പികളും നമുക്ക് കഴുകാനായിട്ട് നല്ല എളുപ്പത്തിൽ കഴുകാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ ജീനിയറെ കുപ്പി എൻ്റെ കയ്യിൽ കഴുകാനായിട്ടുണ്ടായിരുന്നു. അതൊന്ന് അതോടൊപ്പം തന്നെ കഴുകി അങ്ങോട്ട് വെച്ചു. അടുത്ത ബ്രഷാണ്. ഇവിടെ കമ്പീര ഇതായിട്ട്, അപ്പം നല്ല അഴുക്കുള്ളടത്തൊക്കെ ഒന്ന് കഴുകാനായിട്ടും, നമ്മുടെ സിങ്കിൻ്റെ അടിയിലത്തെ ഭാഗം അവിടെയൊക്കെ ഭയങ്കര അഴുക്കല്ലേ ഉണ്ടാവുക, ഇങ്ങനത്തെ ഇത്തിരി കട്ടികളൊക്കെ വേണം. അപ്പോൾ അതേപോലത്തെ കഴുകാൻ പറ്റിയ റേറ്റാണ്. അപ്പോൾ ഇതാ ഈ ഒരു സ്ഥലത്ത് കഴുകാനും, അതേപോലെ ഏത് പൈപ്പിൻ്റെ ഇതേ ഭാഗത്ത് കഴുകാനായാലും നല്ലതാണ്. നമ്മുടെ ബാത്റൂമുകളിലൊക്കെ ആയാലും സ്റ്റീലിൻ്റെ പൈപ്പുകൾ കഴുകാനാണ് കുറച്ചുകൂടി നല്ലത്. അതേപോലെ ഇതിൻ്റെ ഈ അടിഭാഗം എനിക്ക് എപ്പോഴും വെളുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പതിവ്. അപ്പോൾ ഇത്തിരി ലിക്വിഡാക്കി അതും കൂടി ഒന്ന് കഴുകി. അടുത്തതാണ് നമ്മുടെ കവറുകളൊക്കെ. നമ്മളെപ്പോഴും എല്ലാതും കുപ്പിയിലിട്ട് വെക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് അതൊന്ന് ചുരുട്ടിക്കാട്ട് ഇങ്ങനെ വെക്കാനുള്ള ഐറ്റംസാണ് അടുത്തത്. അപ്പോൾ അങ്ങനെ കാണിക്കാൻ നേരത്തെ ഞാൻ എന്താ ഒരു പ്രാവശ്യം പൊടി ഉപയോഗിച്ചിട്ട് കുറച്ച് ബാക്കി വന്ന് ഇങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് വയ്ക്കാറ്. അപ്പോൾ ഇനിയിപ്പോൾ റബ്ബർ ബാൻഡ് ഒന്നും തപ്പിപ്പോണ്ട. ഇതിങ്ങനെ മടക്കി ഈ മോൾ ഭാഗത്ത് വല്ല പ്രാണി കയറും അങ്ങനെയൊക്കെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴത്തേക്ക് ഒന്ന് ചുരുട്ടിയിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. എടുക്കാനും അടയ്ക്കാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വക സംഭവങ്ങളൊക്കെ സാധാരണ എല്ലാവർക്കും ഉപയോഗമുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഡേ ആൻഡ് മൈ ലൈഫ് തന്നെയാണെന്ന് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡേ ആൻഡ് മൈ ലൈഫ് ആയിട്ട് വരാം, ഇടയ്ക്ക് ഇങ്ങനെയും കിടക്കട്ടെ. അപ്പോൾ ഇതും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെയല്ലോ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ദാഹം, നല്ല വേനൽക്കാലല്ലേ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ നാരങ്ങ ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് ചേട്ടൻ വന്ന വഴി തന്നെ പിഴിഞ്ഞ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എന്ന് വരുമ്പോൾ എന്തെങ്കിലും നല്ല തണുത്ത വെള്ളം കിട്ടണം കേട്ടോ. അപ്പോൾ അതാ കസ്കസ് ഇത്തിരി എടുത്ത് വെള്ളത്തിലിട്ട്, പിന്നെ ഞാനൊരു മാങ്ങ, നല്ല പച്ച മാങ്ങ വേണം കേട്ടോ. അപ്പം നല്ല ചനച്ചതായാലും കുഴപ്പമില്ല, ചെറിയൊരു മധുരം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പം എന്തായാലും പച്ചമാങ്ങയാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസിൻ്റെ ജാറിലേക്ക് കുറച്ച് പച്ചമാങ്ങയും അതുപോലെ തന്നെ പഞ്ചസാരയും ഇത്തിരി ഉപ്പും, ഇതൊന്നും ഇന്നൊന്നും കഴിക്കണതല്ലല്ലോ, പുതിനയില ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ വീട്ടിലുണ്ടായ കാരണം ഞാൻ വേഗം അത് പൊട്ടിച്ചുകൊണ്ട് വന്ന് ഇട്ടു. പിന്നെ വീട്ടിൽ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല വാടാത്തതും നല്ല ഫ്രഷൊക്കെയാണ്. ഒന്ന് അരിച്ചൊഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് തോന്നിയത്. ഞാൻ അരിക്കാണ്ടും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോൾ ശരിക്കും അത് കഷ്ണ പോലെ കിടന്നു. അപ്പോൾ അതാ നമ്മുടെ ജാറിലേക്ക് അത് അരിച്ചൊഴിച്ചു. പിന്നെ അതാ 2 ഗ്ലാസ് എടുത്തുകൊണ്ട് വന്ന് എന്തായാലും ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ, അല്ലെങ്കിൽ നേരെ നമുക്ക് സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് പകർത്താം. പക്ഷേ ഞാൻ ഇതിലേക്ക് പകർത്തി ഇത് 2ലും നിറച്ചൊഴിച്ചു. ഞാൻ പറയില്ലേ, കുറച്ച് ഞാൻ അരിക്കാണ്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട്. കൂട്ടുകാർ ഫുള്ളായിട്ട് അരിച്ചെടുക്കുക തന്നെയാണ് നല്ലത് കേട്ടോ. അങ്ങനെ അരിച്ച് അതിലേക്ക് പിന്നെ കസ്കസും നമുക്കിഷ്ടമുള്ളതൊക്കെ ഇടാന്നേ. അപ്പോൾ ആ കസ്കസ് ഞാൻ എത്ര കുറച്ച് വെള്ളത്തിലിട്ടാലും എപ്പോഴും എനിക്ക് കൂടും കേട്ടോ. അങ്ങനെ ആ കസ്കസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പുതിനയില വെക്കാം. പിന്നെ ആ ഗ്ലാസ്സുമ്പോൾ പഞ്ചസാരയൊക്കെ ആക്കാം. കുറച്ച് ഐസ് ക്യൂബ് ഇട്ടു കേട്ടോ. തണുത്താൽ തന്നെയാണ് ഇതിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ പുതിനയിലൊക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് ആയിരിക്കാം ചിലപ്പോൾ. ഞാൻ അടുത്തൊരു വീഡിയോ എടുത്തിട്ടൊന്നുമില്ല, എന്നാലും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതവിടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനും ഇങ്ങോട്ട് നീങ്ങും കേട്ടോ. പിന്നെ അച്ഛനും മക്കളും അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യലും അതിൻ്റെ അഭിപ്രായം പറയലും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. പിന്നെ നല്ല ചൂടല്ലേ, ഇത്തിരി ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ ദേ പകർത്തിയിട്ട് എനിക്കുള്ളതാണ് കേട്ടോ പകർത്തി മാറ്റി വയ്ക്കുന്നത്. ചേട്ടൻ എന്ത് കഴിക്കുമ്പോഴും ആദ്യം എനിക്കാണ് തരിക. പിള്ളേർക്ക് കൊടുക്കണേക്കാളും അതിൻ്റെ പകുതി എപ്പോഴും എനിക്ക് തരാം. ഞാനാണെങ്കിൽ അത് നമ്മുടെ പിള്ളേർക്കാണ് കൊടുക്കുക. അത് ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. എല്ലാവരും അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അടുക്കളയൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി പിറ്റേ ദിവസത്തേക്കുള്ള ചോറും കൂടി വെക്കാനുണ്ട്, വെജിറ്റബിൾ അരിഞ്ഞ് വെക്കാനും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല, വേഗം തന്നെ. പിന്നെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ എഡിറ്റിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കമൻറ്റ് ബോക്സൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ. ഫസ്റ്റ് അടിക്കാൻ കുറേ കൂട്ടുകാരൊക്കെ ഇപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക് അതൊക്കെ കാണുമ്പോൾ. പിന്നെ ഞാൻ അതൊരു വൈപ്പർ അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മുടെ ആദ്യത്തിനാണ് ആൾ
അവൻ എപ്പോഴും അതുകൊണ്ട് ഇങ്ങനെ വെള്ളം തുടച്ച് കളയുന്ന ആളാണ്. ചിലപ്പോൾ അവ അത് വലിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ പൈപ്പ് അടക്കം ചിലപ്പോൾ പൊട്ടിച്ച് കളയും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു താഴത്ത് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ, നാളെ രാവിലെ വരാം. ഓക്കെ.